ിൽ 249 ഇനങ്ങളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കഴിവുകൾ ഈ 5 ദിനരാത്രങ്ങളോളം കാഴ്ചവെച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കലാപ്രേമികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൗമാര കലോത്സവം 5 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെ കലാപ്രതിഭകൾ മാറ്റുരച്ച വിസ്മയ പ്രകടനങ്ങളുടെ അന്തിമ വിധിയെഴുത്ത് ആരവത്തോടെ പ്രഖ്യാപിക്കുന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ശ്രീ ഉമേഷ് NSK IAS ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാട്ടുകാരെ, കുട്ടികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 64ാമത്തെ കേരള സ്കൂൾ കലോത്സവം 5 ദിവസം 249 ഇനങ്ങൾ, ഏകദേശം 14,000 കുട്ടികൾ, 25 വേദികൾ, 20 താമസ കേന്ദ്രങ്ങൾ, ഒരു സിറ്റി, ഒരു നഗരം. നമ്മുടെ കുട്ടികളുടെ കലാസാംസ്കാരിക കഴിവുകളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേരുകയും ഈ കലോത്സവത്തിന്റെ ജേതാക്കൾക്ക് സ്വർണ്ണ കപ്പ് കൈമാറുകയും ചെയ്യുന്നതിനും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള പത്മഭൂഷൺ ശ്രീ മോഹൻലാലിനെ ഈ സമാപന യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം തൃശൂർ ജനങ്ങൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ അവറുകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട്, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ, മറ്റ് മന്ത്രിമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക അനധ്യാപക അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാമാങ്ക വേളയിൽ ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷമിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു, പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ വെച്ചു. എല്ലാവരും ഇതുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ്. ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല, ഗുഡ്വിൽ അംബാസിഡറായിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ട വേഷമാണ്. അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ, നന്ദി. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാർ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനും മന്ത്രിയുമായ ശിവൻകുട്ടി സാറ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാര്യം ഇത് പല പ്രാവശ്യം ഇതിനു മുമ്പൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല, പല തിരക്കുകൾ കാരണം. എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെന്ന് ഞാൻ കരുതുന്നു.
എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയും ഉണ്ടായിരുന്നു. ടിവിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ലാ പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാലകൗമാരികൾക്ക് തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാനും പഠിച്ചിരുന്നത്. ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർ പരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, കോട്ടൺ ഹിൽ. അവരൊക്കെ ആയിരുന്നു പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റുരയ്ക്കേണ്ടി വരിക. തൃശ്ശൂരും കോഴിക്കോടുമൊക്കെ പലകുറി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് 21 തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ്. തിരുവനന്തപുരം 17, തൃശ്ശൂർ 6 തവണയും ഒക്കെയാണ്. മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ പൊലിഞ്ഞ അമ്പിളി അരവിന്ദന്റെ പേരിലാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ മകൾ പൊന്നമ്പള്ളി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭയായി. പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ, നവ്യ നായർ, ഋതു കൃഷ്ണൻ, ശരത് ദാസ് ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവനകളാണ്. നമ്മുടെ ഗായികയായ KS ചിത്ര, ഗായകൻ G വേണുഗോപാലുമൊക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ്. അന്നൊക്കെ കലാതിലകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ പുതിയ പ്രതിഭകളെ തേടിയെത്തുന്നുണ്ട്. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിന്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ്. പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോളം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്ന് വരില്ല, പല കാരണങ്ങൾ കൊണ്ടും. അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചുവെന്ന് വരാം. അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാവുന്നില്ല. ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന, സാംസ്കാരികമായി അവരെ പരുവപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനായി ഇത്രയേറെ പണവും മനുഷ്യ വിഭവവും മാറ്റിവെക്കുന്ന സംസ്ഥാന സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും കലാകാരനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളു നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രമായി ചുരുക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ ആകാശം അനന്തമാണ്.
നിങ്ങളുടെ കലാകാരനെ മിനുക്കിയെടുക്കുക, പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക. നിങ്ങളുടെ കലയോടുള്ള ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ്. ഇന്നിവിടെ സമാപിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായി പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകന്നറിഞ്ഞ് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡന്റ് കേഡറ്റുകളെയും സ്റ്റുഡന്റ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിൽ ഉപരി ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂളുകൾ ഇപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ്. ഇവർ തുടർച്ചയായ 13ാം തവണയും കലോത്സവത്തിൽ ഒന്നാമതെത്തുന്നു. ഗുരുകുലം സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ വർഷം കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്, അല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരിക്കൽ കൂടി വടക്കുംനാഥനുള്ള പ്രാർത്ഥന നേരുന്നു. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മികച്ച 3ാമത്തെ സ്കൂൾ സംസ്കൃതോത്സവം ദുർഗ HSS കാഞ്ഞങ്ങാട്, ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ, BSS ഗുരുകുലം HSS ആലത്തൂർ, വിദ്യാധിരാജ വിദ്യാഭവൻ EM HS ആലുവ, അസംഷൻ HS ബത്തേരി വയനാട്. മികച്ച 2ാമത്തെ സ്കൂൾ DVV HSS കുമരനെല്ലൂർ കോട്ടയം 33 പോയിന്റ്. സംസ്കൃതോത്സവം മികച്ച 2ാമത്തെ സ്കൂൾ DVV HSS കുമരനെല്ലൂർ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AM ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് DVV HSS കുമരനെല്ലൂർ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം MMHS നരിയമ്പാറ ഇടുക്കി 48 പോയിന്റ്. മികച്ച 1ാം സ്ഥാനം AMHSS നരിയാപുരം ഇടുക്കി. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AM ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MMHS നരിയമ്പാറ ഇടുക്കി. ഒന്നാം സ്ഥാനം സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച 3ാമത്തെ ജില്ലയായി 2 ജില്ലകളുണ്ട്. ആലപ്പുഴ 91 പോയിന്റായി ആലപ്പുഴയും കോട്ടയവും. സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച 3ാമത്തെ ജില്ല ആലപ്പുഴയും കോട്ടയവും പങ്കെടുത്തു.
പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശശീന്ദ്രൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരി. മികച്ച രണ്ടാമത്തെ ജില്ല 3 ജില്ലകളാണ് രണ്ടാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത്. 93 പോയിന്റുമായി തിരുവനന്തപുരം, തൃശൂർ, കാസർഗോഡ്. മികച്ച രണ്ടാമത്തെ ജില്ല കാസർഗോഡ്, തിരുവനന്തപുരം, തൃശൂർ 3 ജില്ലകളും ഒരുമിച്ച് കയറേണ്ടതാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നിൽ കൂടുതൽ ജില്ലകൾക്ക് ട്രോഫികൾ പങ്കിടുന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കയറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 7 ജില്ലകൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 95 പോയിന്റുമായി കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, പാലക്കാട്, എറണാകുളം. സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം മികച്ച ജില്ല 7 ജില്ലകൾ പങ്കിട്ടെടുക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ മന്ത്രി ശശീന്ദ്രൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ജില്ലകളിലെ 7 ജില്ലകളിലെയും പ്രതിനിധികൾ എല്ലാവരും വരണ്ട, പ്രതിനിധികൾ ഒന്നിച്ച് കയറണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത കഴിഞ്ഞു, സംസ്കൃതം കഴിഞ്ഞു. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ 3ാം സ്ഥാനം PSVPM-HSS ഐരവൺ, കോന്നി, പത്തനംതിട്ട 49 പോയിന്റ്. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച 3ാമത്തെ സ്കൂൾ PSVPM-HSS ഇറവോൺ, കോന്നി, പത്തനംതിട്ട. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ, ഇടുക്കി 50 പോയിന്റ്. അറബിക് കലോത്സവം മികച്ച രണ്ടാമത്തെ സ്കൂൾ ഗവൺമെന്റ് HSS കല്ലാർ, ഇടുക്കി. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈരാറ്റുപേട്ട, കോട്ടയം 56 പോയിന്റ്. മികച്ച സ്കൂൾ ഒന്നാം സ്ഥാനം അറബിക് കലോത്സവം മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ട, കോട്ടയം. ട്രോഫി വിതരണം ചെയ്തതിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കും. ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ടയിലെ കുട്ടികളെയും അധ്യാപകരെയും ക്ഷണിക്കും. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല 3ാം സ്ഥാനം 2 ജില്ലകൾക്കാണ്. 91 പോയിന്റുമായി കോട്ടയം, ആലപ്പുഴ. മികച്ച 3ാമത്തെ ജില്ല അറബിക് കലോത്സവം 2 ജില്ലകളുണ്ട്. 2 ജില്ലയിലെ സ്കൂളുകളും ഒന്നിച്ചു കയറേണ്ടതാണ്. കോട്ടയം, ആലപ്പുഴ. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് AK സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ ജില്ല 93 പോയിന്റുമായി മലപ്പുറം. മികച്ച രണ്ടാമത്തെ ജില്ല മലപ്പുറം. ട്രോഫി വിതരണം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 7 ജില്ലകൾക്കാണ് ഒന്നാം സ്ഥാനം. 95 പോയിന്റുമായി കോഴിക്കോട്, തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ, കൊല്ലം, എറണാകുളം,
തൃശൂർ, പാലക്കാട്, കാസർഗോഡ്. മികച്ച ജില്ല 9 ജില്ലകൾ പങ്കെടുക്കുന്നു. ഈ 9 ജില്ലകളിലെയും പ്രതിനിധികൾ ഒന്നിച്ചു കയറി ട്രോഫി ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 78 പോയിന്റുമായി SVG HSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ SVG VHSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്, 106 പോയിന്റ്. HS ജനറൽ മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പും മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ, ആലത്തൂർ, പാലക്കാട്, 128 പോയിന്റ്. HS ജനറൽ മികച്ച സ്കൂൾ BSS ഗുരുകുലം HSS ആലത്തൂർ, പാലക്കാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ല 479 പോയിന്റുമായി കോഴിക്കോട്. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കോഴിക്കോട് ജില്ല. മികച്ച രണ്ടാമത്തെ ജില്ല 489 പോയിന്റുമായി തൃശൂർ. HS ജനറൽ മികച്ച രണ്ടാമത്തെ ജില്ല തൃശൂർ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി സ്വീകരിക്കുവാൻ തൃശൂർ ജില്ലാ ടീമിനെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം 494 പോയിന്റുമായി കണ്ണൂർ. HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലയിൽ മികച്ച ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ ട്രോഫി ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ക്ഷണിക്കുന്നു. അടുത്ത ഹയർ സെക്കൻഡറി പറയട്ടോ.
അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 79 പോയിന്റുമായി SVGVHS കിടങ്ങന്നൂർ പത്തനംതിട്ട. സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് SVGVHS കിടങ്ങൂർ പത്തനംതിട്ട ജില്ല. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ NS ബോയ്സ് HSS മാന്നാർ ആലപ്പുഴ. കേരള സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ സ്കൂൾ NS ബോയ്സ് HSS മാന്നാർ ആലപ്പുഴ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ 110 പോയിന്റ്. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ല 534 പോയിന്റുമായി തൃശൂരും കണ്ണൂരും. തൃശൂരും കണ്ണൂരും മോഹൻലാൽ തൃശൂർ കോഴിക്കോട് അടുത്ത രണ്ടാം സ്ഥലം കോഴിക്കോട്. മൂന്നാം സ്ഥലം തൃശൂരും കണ്ണൂരും. HSS ജില്ല. എട്ടാമത്തെ പേജ്. മികച്ച രണ്ടാമത്തെ ജില്ല 538 പോയിന്റുമായി കോഴിക്കോട്. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയെ ക്ഷണിക്കുന്നു. ട്രോഫികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൃശൂർ മേയറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. HSS വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ല 539 പോയിന്റുമായി പാലക്കാട്. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച ജില്ല ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പാലക്കാട് ജില്ല. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ഓവറോൾ ചാമ്പ്യൻഷിപ്പാണ് മൊത്തത്തിലുള്ള. ഇതിപ്പോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രത്യേകമില്ല. അടുത്ത ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 136 പോയിന്റുമായി MGM HSS മാനന്തവാടി വയനാട്. ഓവറോൾ സ്കൂൾ മൂന്നാം സ്ഥാനം MGM HSS മാനന്തവാടി. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് സ്വാഗത സംഘം ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് K രാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂളേ ഉള്ളൂ. കഴിഞ്ഞു പോയി. സമ്മാനം കിട്ടിയില്ല അതാണ് പറഞ്ഞത്. മുസ്ലിം ഗേൾസ്
അറബിക് കലോത്സവം ഓവറാൾ ചാമ്പ്യൻഷിപ്പ് മികച്ച സ്കൂൾ ഒന്നാം സ്ഥാനം മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ട കോട്ടയം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം 238 പോയിന്റുമായി BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പാലക്കാട്. ഓവറോൾ ചാമ്പ്യൻ HSS ജനറൽ മികച്ച സ്കൂൾ BSS ഗുരുകുലം HSS ആലത്തൂർ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗത സംഘം ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജനെ ആദരവ് ക്ഷണിക്കുന്നു. ഇനി വെയിറ്റ് സാറേ ദീപു മോഹൻലാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്നേഹോപകാരം നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി കൂടിയായ പത്മഭൂഷൺ ശ്രീ മോഹൻലാലിന് നൽകുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മോഹൻലാലിനെയും ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതോ ആണോ മികച്ച ഓവറോൾ മോഹൻലാലിന്റെയും മോഹൻലാൽ മാതാവിന്റെയും ശില്പം നിർമ്മിച്ച ബഹുമാന ശില്പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ശില്പം മോഹൻലാലിന് സമ്മാനിക്കുന്നു. ശ്രീ നാരായണൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ സ്കൂൾ SVG HSS കിടങ്ങന്നൂർ പത്തനംതിട്ട 157 പോയിന്റ്. മികച്ച രണ്ടാമത്തെ മികച്ച രണ്ടാമത്തെ സ്ഥാനം നേടിയ സ്കൂൾ SVGV HSS കിടങ്ങന്നൂർ. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച മൂന്നാമത്തെ ജില്ല 1017 പോയിന്റുമായി കോഴിക്കോട്. മൂന്നാമത്തെ സ്ഥാനം നേടിയ ജില്ല കോഴിക്കോട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലല്ല ഇനി ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വർണ്ണകപ്പ്. ഇപ്പൊ ഇതാ എത്തിയത്. ഇതും കഴിഞ്ഞിട്ട് ഇതാണ് സ്വർണ്ണകപ്പ്. മികച്ച രണ്ടാമത്തെ ജില്ല 1023 പോയിന്റുമായി തൃശൂർ. ഓവറാൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശൂർ ജില്ലയാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ട്രോഫി യദുകൃഷ്ണൻ മെമ്മോറിയൽ എവറോളം ട്രോഫിയാണ്.
മികച്ച രണ്ടാമത്തെ ജില്ലയ്ക്കുള്ള സമ്മാനം യദു കൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫി. തൃശൂർ ജില്ല 1023 പോയിന്റുമായി. ഈ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാവരും ഇരിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരോടും ഇതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രോഫി വിതരണം ചെയ്യാൻ സുഗമമായി നടത്തുവാൻ കഴിയില്ല. എല്ലാവരും നമ്മളോട് സഹകരിക്കേണ്ടതാണ്. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്രോഫി ഏറ്റുവാങ്ങാൻ വരുന്ന അനുവദിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ മാത്രം ഈ വേദിയിലേക്ക് കടക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ വർഷത്തെ സ്വർണ്ണ കപ്പ് 1028 പോയിന്റുമായി കണ്ണൂർ. ഈ വർഷത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. 117 പവൻ തൂക്കമുള്ള സ്വർണ്ണ കപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി വാങ്ങാൻ വരുന്നവർ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരും ഇടിച്ചു കയറരുത്. ആ മുൻഭാഗത്ത് നിൽക്കുന്നവർ അവിടെ ഇരിക്കുക. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി കുട്ടികൾക്ക് ഫോട്ടോ എടുക്കുവാൻ കഴിയും. മുൻഭാഗത്ത് നിൽക്കുന്നവർ നിങ്ങൾ ദയവായി അവിടെ ഇരിക്കുക. എല്ലാവരും എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്കൂളുകൾക്കും ജില്ലകൾക്കുമുള്ള അവാർഡുകൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ട്രോഫി വാങ്ങിയവർ പുറത്തേക്ക് പോകേണ്ടതാണ്. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണം. ട്രോഫി വാങ്ങിയ കുട്ടികൾ പുറത്തേക്ക് പോകേണ്ടതാണ്. ട്രോഫി വാങ്ങിയ കുട്ടികൾ പുറത്തേക്ക് പോകുക. അടുത്തതായി ഇവിടെ നടക്കുന്നത്
63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച മാധ്യമ പുരസ്കാരം നേടിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവാർഡിന് അർഹരായിട്ടുള്ളവർ Please do like, share and subscribe the channel.